അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട റേഡിയോ ഇസ്ലാം ശ്രോതാക്കളെ, പരിശുദ്ധ റമളാൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റമളാൻ സ്വാഗതം ചെയ്യുവാൻ എല്ലാവിധക്കും നാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വീടുകളെല്ലാം വൃത്തിയാക്കി ശുദ്ധിയാക്കി പരിശുദ്ധ റമളാനിന് സ്വാഗതം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. പള്ളികളെല്ലാം അതിൻ്റെ എല്ലാ വൈറ്റ് വാഷൊക്കെ ചെയ്ത് എല്ലാ നിലക്കും സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരമാണ്. ഈ അവസരത്തിൽ പ്രത്യേകം ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത്, വീട് പള്ളി പരിസരമെല്ലാം ശരിയാക്കുന്നത് ആവശ്യം തന്നെ. പക്ഷെ അതിൻ്റെ എല്ലാം മുമ്പ് നാം ശരിയാക്കേണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സാണ്. മനസ്സ് ശരിയാക്കണം. റമളാനിൽ സ്വീകരിക്കുവാൻ മനസ്സ് പാകപ്പെടുത്തിയെടുക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടി? നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ്. തഖ്വയാണ് വേണ്ടത്. അതിനാണല്ലോ എല്ലാ കാര്യങ്ങളും ഇബാദത്തുകളൊക്കെ. അതിനാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഭക്തിയാണ്, തഖ്വയാണ്. തഖ്വ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. തഖ്വ ഇവിടെയാണ്, സൂക്ഷ്മത ഇവിടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മനസ്സ് ആദ്യം പാകപ്പെടുത്തിയെടുക്കണം. മനസ്സ് പാകപ്പെടുത്തിയെടുക്കുമ്പോൾ നാം ചെയ്യേണ്ടത് എന്താണ്? റമദാൻ മാസം സമീപിക്കുകയാണല്ലോ. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞു, ഈ കൊല്ലത്തിലേക്ക് ഒരു വർഷമായി. ഈ വർഷത്തിനിടയിൽ നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്? തെറ്റായ കാര്യം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് പ്രീതിയാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഒന്ന് ആത്മപരിശോധന നടത്തണം. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ആ തെറ്റിൽ നിന്ന് പശ്ചാത്താപിച്ച് മടങ്ങണം. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം, നിഷ്കളങ്കമായ തൗബ. ഖുർആൻ പറയുന്നതാണ്: യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസുഹ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. നിഷ്കളങ്കമായി ആത്മാർത്ഥമായി നിങ്ങൾ ഖേദിച്ച് മടങ്ങുക. അത് ഖേദിച്ച് മടക്കമാണ് ഒന്നാമത് വേണ്ടത്. തെറ്റ് പഠിച്ചവന് എൻ്റെ തെറ്റ് വന്നുപോയി. മനുഷ്യർ തെറ്റ് വരും. അതുകൊണ്ട് ആ തെറ്റ് ഞാൻ സമ്മതിക്കുന്ന റബ്ബേ, നീ പൊറുക്കുന്നവനാണ്, നീ പരമകാരുണ്യനാണ്, കരുണാനിധിയാണ്, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ഖേദിച്ച് കണ്ണിൽ വെള്ളം നിറഞ്ഞ് കണ്ണുനീരൊഴുകി നിങ്ങൾ ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹു പുറത്തു തരുന്നവനാണ്. പക്ഷേ അള്ളാഹും നമ്മുമായുള്ള ബന്ധം സൃഷ്ടികളോട് ബന്ധപ്പെട്ടതാണോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. സൃഷ്ടികളോട് ബന്ധപ്പെട്ടതാണെങ്കിൽ പരിശുദ്ധ റമളാനിൽ വ്രതാനുഷ്ഠാനം നിർബന്ധമായ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഒരു കാര്യം അതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്യണം. എന്തെങ്കിലും കാര്യങ്ങൾ കടപ്പാടുകളുണ്ടോ? എന്തെങ്കിലും നമുക്ക് കൊടുക്കാനോ വാങ്ങാനോ ഹക്കുകളോ എന്തെങ്കിലും ഉണ്ടോ? അതുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്ത് വീട്ടണം. ഇനി വീട്ടില്ലെങ്കിൽ പറഞ്ഞു വെച്ച് അതിന് തന്നെ അവധി വാങ്ങി അതല്ലെങ്കിൽ ചെയ്യേണ്ടത് അതിനെപ്പറ്റി ഓർമ്മ ഉണ്ടാക്കി അതിന് വേണ്ടത് എന്താണ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ഈ ലോകത്തിന് ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ, എപ്പോഴാണ് പോകുകയെന്നറിയില്ല. അതുകൊണ്ട് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വേഗം കൊടുത്ത് തീർക്കാൻ നമ്മൾ ഒരുങ്ങി അത് ശരിയാക്കുക. ഇല്ലെങ്കിൽ അത് നമ്മുടെ അഭാവത്തിൽ അത് നിർവഹിക്കാൻ നമ്മുടെ അവകാശികളെ പറഞ്ഞ് ഏൽപ്പിക്കുക. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, ഏക്കൾ ഒരുക്കമാണ്. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ നോമ്പ് സ്വീകരിക്കുക. അങ്ങനെ കുത്തിബ അലൈക്കും സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിലെ ഷഹാദത്ത് കലിമയിൽ കഴിഞ്ഞാൽ പിന്നീട് നാം നമസ്കരിക്കുകയാണ് വേണ്ടത്. നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇങ്ങനെയാണ് പോകുന്നത്. അതിൽ നമസ്കാരം, സക്കാത്ത് കഴിഞ്ഞാൽ വ്രതാനുഷ്ഠാനമാണ് ഏറ്റവും പ്രധാനമായുള്ളത്. ഈ വ്രതാനുഷ്ഠാനം എന്തിനാണ് നിശ്ചയിച്ചത്? നമ്മുടെ ആത്മസംസ്കരണം തന്നെയാണ്. അതാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് വ്രതാനുഷ്ഠാനം കൊണ്ട് നമ്മൾ അള്ളാഹു മാത്രം അറിയുന്ന ഒരു ഇബാദത്താണ് നോമ്പ്. വേറെ ആർക്കും നോമ്പുണ്ടോ എന്ന് അറിയാൻ കഴിയില്ല. നിസ്കരിക്കുന്നത് കാണാൻ കഴിയും, സക്കാത്ത് കൊടുക്കുന്നത് അനുഭവിക്കാൻ കഴിയും. പക്ഷെ ഒരാൾ നോമ്പുകാരനാണോ? അല്ലേ? അള്ളാഹുവിനറിയാം, അയാൾക്കും അറിയാം ഞാൻ നോമ്പുകാരനാണ്. അയാൾക്കറിയുന്നതിനേക്കാൾ അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് നമ്മൾ നോമ്പിൻ്റെ മനസ്സ് സന്നദ്ധമായിട്ടുണ്ടോ? അതല്ല കേവലം പട്ടിണി അടയ്ക്കൽ മാത്രമാണോ? ഒരു ദാഹം പട്ടിണി മാത്രമാണോ? അങ്ങനെയുള്ള നോമ്പുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കമ്മിൻ സായിം, എത്ര നോമ്പുകാരുണ്ട്.
ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല അത്വഷ് വൽ വിശപ്പ്, ദാഹം, ഇതൊക്കെ അല്ലാതെ വേറെ ആ നോമ്പ് കൊണ്ടൊന്നുമില്ല. അപ്പോൾ അതുണ്ടായാൽ പോരാ. അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുവാൻ നമ്മുടെ മനസ്സ് പാകപ്പെടുത്തിയെടുത്ത് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ നാം തയ്യാറാകാം. നിർബന്ധമായ നോമ്പ് അത് നിങ്ങൾക്ക് നിർബന്ധമാണ്, മുമ്പുള്ളവർക്ക് നിർബന്ധമായിരുന്നു. നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി എന്ന് പറഞ്ഞല്ലോ, ആ തഖ്വ നമ്മൾ നോമ്പ് കാലത്തുണ്ടായിരിക്കണം. ഇനി നോമ്പ് നിർബന്ധമായത് ഏത് മാസത്തിലാണ്? റമദാൻ മാസത്തിലാണ് നോമ്പ്. എന്താ റമദാന് പ്രത്യേകത? പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആൻ പറഞ്ഞു ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നാം ഇമാമായി സ്വീകരിക്കേണ്ടത് നമ്മുടെ വേദഗ്രന്ഥമാണ്. ആ ഖുർആൻ്റെ വിധിവിലക്കുകൾ നമ്മൾ സ്വീകരിക്കാൻ നമ്മൾക്ക് തയ്യാറാവണം. ജീവിതത്തിൽ ഖുർആൻ്റെ വിധിവിലക്കുകൾ, ഈ വിധിവിലക്കുകൾ സ്വീകരിക്കുവാൻ ഏറ്റവും നല്ല ഒരു ആരാധനയാണ് നോമ്പ് കൊണ്ടുണ്ടാകുന്ന പരിശീലനം. കാരണം നാം വിശന്നിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പന മാത്രം മാനിച്ചുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച നമ്മൾ പറഞ്ഞ ആ സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുന്നു. അതേപ്രകാരം നല്ല ദാഹം, ശരിയായ നിലക്ക് ദാഹം തീർക്കാനുള്ള പാനീയം നമ്മുടെ അടുത്തുള്ള സുലഭമായി ലഭിക്കാനുണ്ട്. പക്ഷെ എന്നിട്ടും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം അവൻ പറഞ്ഞ നിശ്ചിതമായ ആ സമയം നമ്മൾ ദാഹിച്ച് വെള്ളം പിടിക്കാതെ കഴിയുന്നു. അങ്ങനെ വിശപ്പും ദാഹവും സഹിച്ച്, അത് മാത്രമല്ല നമ്മുടെ വൈകാരികമായ ഭാര്യ ഭർത്തൃ ബന്ധം, ഇതാണ് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനം. അത് മൂന്നും വിട്ടു നിൽക്കണം. അത് വിട്ടു നിൽക്കാൻ നോമ്പ് മാത്രമായോ? അല്ല. നമ്മൾ തെറ്റായ കാര്യങ്ങൾ, തെറ്റായ വാക്ക്, പ്രവൃത്തി, ഇതല്ലാതെ മാത്രം വിട്ട് കാര്യമില്ല. മല്ലം യദ ഖൗലസ്സൂരി വല്ലമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബഹു. തെറ്റായ വാക്കും തെറ്റായ പ്രവൃത്തിയും ആരെങ്കിലും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ആഹാരപാനീയം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് ഒരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്ന് ആത്മവിശുദ്ധി വരുത്താൻ നമ്മൾ വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി തയ്യാറായിരിക്കണം. അങ്ങനെ തയ്യാറായ ഒരുവന് പരിശുദ്ധ ഖുർആനുമായി ബന്ധം, ഖുർആൻ്റെ സ്വീകരിക്കാൻ പ്രയാസമുണ്ടാകില്ല. അവൻ്റെ മനസ്സ് അതിന് സന്നദ്ധമാകും. അവൻ്റെ ശരിയായ ഭക്തി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിത്തീരും. അപ്പോൾ അതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് ഈ സൂക്തം അള്ളാഹു നമുക്ക് അറിയിച്ചത്. അപ്പോൾ അത് മുതൽ നോമ്പ് നിർബന്ധമാണ്. ഇനി എന്താണ് നോമ്പ്, എങ്ങനെയൊക്കെയാണ് അനുഷ്ഠിക്കണം, അതിൻ്റെ വിധിവിലക്കുകൾ എന്താണ്, ഖുർആൻ ആയത്തുകളിൽ സൂക്ഷ്മമായി പറയുന്നുണ്ട്. അത് ഇപ്പോൾ പിന്നീട് ഇൻഷാ അള്ളാഹ് അവസരങ്ങളിൽ പറയാം. ഇപ്പോൾ നമ്മൾ വേണ്ടത് നോമ്പിന് വേണ്ടി നമ്മുടെ മനസ്സ് തയ്യാറെടുക്കുക, വ്രതാനുഷ്ഠാനം അനുഷ്ഠിക്കുവാനും ഈ നോമ്പ് കാലത്ത് അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുവാൻ, പരിശുദ്ധ ഖുർആൻ്റെ അവതരണ മാസമാണല്ലോ, ആ ഖുർആൻ പാരായണം ചെയ്യുവാൻ, അത് പഠിക്കുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ, അങ്ങനെയുള്ള ഒരു നോമ്പുകാരനായി ജീവിക്കാനും. എപ്പോഴാണ് നമുക്ക് മരണം എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും, ഏത് സമയത്ത് തന്നെയാണെങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് മുസ്ലിമായി മരിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളെപ്പം അള്ളാഹുവിന് ഓർമ്മയോടുകൂടി ശരിയായ നിലക്ക് ഈ റമദാൻ മാസം പ്രയോജനപ്പെടുത്തി, നോമ്പുകാരന് അള്ളാഹു പ്രത്യേകമായ കവാടം സ്വർഗത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ആത്മവിശുദ്ധി ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് തൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെയുള്ള വിശ്വാസികളായി വ്രതാനുഷ്ഠാനം അനുഷ്ഠിക്കാൻ, ഈ റമദാൻ പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.